വെളിച്ചം എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കായ ഫോട്ടോസ്, വരയ്ക്കുക അല്ലെങ്കിൽ എഴുതുക എന്നർത്ഥം വരുന്ന ഗ്രാഫി എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഫോട്ടോഗ്രാഫി എന്ന വാക്ക് ജനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വെളിച്ചം കൊണ്ട് ചിത്രം വരയ്ക്കുന്ന കലയാണ് ഫോട്ടോഗ്രാഫി. എല്ലാവർക്കും ഫോട്ടത്തിന്റെ ലൈറ്റ് റൂം സീരീസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഫോട്ടത്തിന്റെ ലേറ്റസ്റ്റ് വീഡിയോകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്കിനി എഡിറ്റിംഗിലോട്ട് വരാം. ചിത്രത്തിലെ വർണ്ണവും വെളിച്ചവും ഏറ്റവും മനോഹരമായിട്ട് ക്രമീകരിക്കുക എന്നുള്ളതാണ് ഒരു എഡിറ്ററുടെ ജോലി. ഈ സീരീസിലെ ആദ്യ എപ്പിസോഡുകളിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് എങ്ങനെ ഒരു ചിത്രത്തിലെ വെളിച്ചം ക്രമീകരിക്കാമെന്നും തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് എങ്ങനെ കളർ ഗ്രേഡ് ചെയ്യാമെന്നും പഠിക്കാം. ലൈറ്റ് റൂമിൽ നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് സ്ലൈഡേഴ്സ്, രണ്ടാമത്തത് കർവ്സ്. ഇന്നത്തെ എപ്പിസോഡിൽ ലൈറ്റ് റൂമിൽ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട 6 വളരെ പ്രധാനപ്പെട്ട സ്ലൈഡേഴ്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓരോ സ്ലൈഡേഴ്സും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ഈ എപ്പിസോഡിൽ പഠിക്കാം. എഡിറ്റിംഗിലോട്ട് കടക്കും മുമ്പേ നമുക്കൊരു ചിത്രത്തിലെ വെളിച്ചത്തെക്കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കാം. ഒരു ചിത്രത്തിൽ വെളിച്ചത്തിന്റെ ക്രമീകരണത്തിനനുസരിച്ച് 5 ഭാഗങ്ങളുണ്ട്. ഒന്ന്, വളരെ കൃത്യമായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്യപ്പെട്ടേക്കുന്ന ഭാഗങ്ങൾ, അതിനെ നമ്മൾ മിഡ് ടോൺസ് എന്ന് പറയും. ഈ ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചിത്രത്തിന്റെ വലത് സൈഡിലേക്കുള്ള മേഘങ്ങളും ആ ഒരു ഏരിയ ഒക്കെ വളരെ കൃത്യമായിട്ട് വെളിച്ചം ക്രമീകരിക്കപ്പെട്ട ഏരിയയാണ്. അതിനെ നമ്മൾ മിഡ് ടോൺസ് എന്ന് പറയും. ഇനി ഈ ചിത്രത്തിൽ വെളിച്ചം കൂടിയ ഭാഗങ്ങളെ നമ്മൾ ഹൈലൈറ്റ്സ് എന്ന് പറയും. ഇപ്പൊ ഈ ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആകാശത്തിന്റെ സെന്റർ പോർഷൻസ്, അവിടെ നമുക്ക് ചെറിയ തോതിൽ വെളിച്ചം കൂടിയ ഏരിയ ആണ്. അപ്പൊ അതിനെ നമ്മൾ ഹൈലൈറ്റ്സ് എന്നാണ് പറയാം. ഇനി ഹൈലൈറ്റ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷാഡോസ്. ഷാഡോസ് എന്ന് പറയുന്നത് ചിത്രത്തിലെ വെളിച്ചം കുറഞ്ഞ ഭാഗങ്ങളെയാണ് നമ്മൾ ഷാഡോസ് എന്ന് പറയാം. ഇപ്പൊ ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിലെ മെയിൻ ക്യാരക്ടർ നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ, അതൊക്കെ ഷാഡോസിൽ പെടുന്ന. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് കറുത്ത ഭാഗങ്ങളല്ല, അതിൽ സ്റ്റിൽ നമുക്ക് ഡീറ്റെയിൽസ് കാണും. ഈ ഹൈലൈറ്റ്സിന്റെയും ഷാഡോസിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽസുകൾ വിസിബിൾ ആയിരിക്കുന്ന ഏരിയ ആണ്. ഇനി നമുക്ക് ഇതിന്റെ രണ്ട് എക്സ്ട്രീം എൻഡ് എന്ന് പറയുന്ന ഒരു ചിത്രത്തിലെ വൈറ്റ്സ് ആൻഡ് ബ്ലാക്ക്. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു സൂര്യന്റെ ഏരിയ, അവിടെ നമുക്ക് അധികം ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്ത പൂർണ്ണമായും വൈറ്റിലേക്ക് പോയ വളരെ വെളിച്ചം കൂടിയ ഏരിയ ആണ്. അതിനാണ് നമ്മൾ വൈറ്റ്സ് എന്ന് പറയുക. അവിടെ നമുക്ക് അധികം ടെക്സ്റ്റേഴ്സോ ഡീറ്റെയിൽസോ ഒന്നും കാണാൻ പറ്റൂല. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബ്ലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിത്രത്തിൽ വെളിച്ചം തീരെ ഇല്ലാത്ത ഏരിയ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും കറുപ്പിലേക്ക് പോയ ഏരിയനെയാണ് നമ്മൾ ബ്ലാക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഒരു ചിത്രം എഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ 5 ഏരിയനെ സെപ്പറേറ്റ് ആണ് ആക്ച്വലി നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്. നമ്മളൊരു എഡിറ്റിങ്ങിലോട്ട് കിടക്കുമ്പോൾ ഈ 5 ഏരിയകളെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരിക്കുകയും ഓരോ ഏരിയയിലും നമ്മൾ വരുത്തേണ്ട അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കുകയും വേണം. ഓക്കെ, ഇനി നമുക്ക് എഡിറ്റിങ്ങിലോട്ട് കിടക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിത്രത്തിനെ ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്യാം. ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൂൾസുകൾ കാണാം. ഇതിൽ നമ്മൾ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്യാം. 6 സ്ലൈഡേഴ്സ് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാം. നമുക്ക് ഈ ഓരോ സ്ലൈഡേഴ്സും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചിത്രത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്പോഷർ, ഒരു ചിത്രത്തിൽ ഓവറോൾ വെളിച്ചം കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പോഷർ ടൂൾ ഉപയോഗിക്കുന്നത്. എക്സ്പോഷറിന്റെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് ചിത്രത്തിൽ വെളിച്ചം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പം നമ്മൾ എക്സ്പോഷറിനെ ഏറ്റവും എക്സ്ട്രീം എൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിലെ സ്കൈയിലുള്ള ഡീറ്റെയിൽസ്, അപ്പം നമ്മൾ മേഘങ്ങൾ, അവിടെയുള്ള കളറുകൾ, ഇതൊക്കെ നമുക്ക് മിസ്സായതായിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഫോർഗ്രൗണ്ടിൽ ഇരുട്ടിലുണ്ടായിരുന്ന ഈ പാറയും അതിൻ്റെ മുകളിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വിസിബിൾ ആയതും കാണാം. അപ്പം നമ്മൾ ഈ ചിത്രത്തിൽ ഈ ഇരുട്ടിലുള്ള ഭാഗങ്ങളെ നമുക്ക് വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല മെത്തേഡ് ആവണം എന്നില്ല. അപ്പം ഏറ്റവും നല്ലത് മറ്റ് സ്ലൈഡേഴ്സ് ഉപയോഗിച്ചിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് വെളിച്ചത്തിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് എക്സ്പോഷറിന്റെ വാല്യൂ കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. എക്സ്പോഷർ കുറയ്ക്കുന്നതിനനുസരിച്ച് ചിത്രത്തിലെ വെളിച്ചം കുറഞ്ഞു വരികയും പല ഏരിയകളും ഇരുട്ടിലോട്ട് മാറുകയും ചെയ്യും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വെളിച്ചം ഉണ്ടായിരുന്ന ഭാഗങ്ങൾ മാത്രം നമുക്ക് കാണാൻ പറ്റും, മറ്റുള്ള ഏരിയകളൊക്കെ ഇരുട്ടിലോട്ട് മാറിയതും കാണാം. കോൺട്രാസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് എന്നുള്ളതാണ്. ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ചിത്രത്തിലെ ബ്രൈറ്റ് ആയിട്ടുള്ള പാർട്ടും ഡാർക്ക് ആയിട്ടുള്ള പാർട്ടും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്.
നമ്മൾ കോൺട്രാസ്റ്റ് കൂട്ടുന്നതിനനുസരിച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയ കൂടുതൽ കൂടുതൽ ബ്രൈറ്റ് ആവുകയും ഡാർക്ക് ആയിട്ടുള്ള ഏരിയ കൂടുതൽ കൂടുതൽ ഡാർക്ക് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ കോൺട്രാസ്റ്റ് കുറയ്ക്കുന്നതിനനുസരിച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള പോർഷൻസ് കുറച്ച് ഡാർക്ക് ആവുകയും ഡാർക്ക് ആയിട്ടുള്ള പോർഷൻസിലൊക്കെ കുറച്ചുകൂടെ ലൈറ്റ് കയറുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കോൺട്രാസ്റ്റ് ഏറ്റവും കുറയ്ക്കുന്നതിനനുസരിച്ച് ചിത്രം കൂടുതൽ ഫ്ലാറ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവായിട്ട് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല കോൺട്രാസ്റ്റ് ടൂൾ ഉപയോഗിക്കുന്നതിനേക്കാളും ഇനി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് എക്സ്പോഷറും കോൺട്രാസ്റ്റും വളരെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹൈലൈറ്റ്സ്, ഇത് ചിത്രത്തിലെ വെളിച്ചം കൂടിയ ഭാഗത്തിനെയാണ് നമ്മൾ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ആകാശത്തിന് നടുക്കുള്ള ഭാഗങ്ങൾ അവിടെയൊക്കെ അത്യാവശ്യം നല്ല തോതിൽ വെളിച്ചമുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹൈലൈറ്റ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ള ഏരിയകളെ എഫക്ട് ചെയ്യില്ല, ഹൈലൈറ്റ്സിനെ മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ്സിന്റെ വാല്യൂ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ കൂട്ടുന്നതിനനുസരിച്ച് ആകാശത്തിലെ ആ ഒരു ഏരിയയിലൊക്കെ വെളിച്ചം കൂടുന്നതായിട്ട് കാണാം. വെളിച്ചം കൂടുന്നതിനനുസരിച്ച് മറ്റൊന്ന് സംഭവിക്കുക, നമ്മുടെ സാച്ചുറേഷൻ കുറയും. ഇനി നമുക്ക് ഹൈലൈറ്റ്സ് കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. കുറയ്ക്കുമ്പം ആ ഏരിയകളൊക്കെ കൂടുതൽ കൂടുതൽ ഡാർക്ക് ആയിട്ട് വരികയും ആ ഏരിയ കുറച്ചുകൂടെ സാച്ചുറേറ്റഡ് ആവുകയും കളറാവുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സ്കൈ കുറച്ചുകൂടി കളറായിട്ടിരിക്കുകയും ആ ഒരു ഏരിയയിൽ കുറച്ച് വെളിച്ചം കുറഞ്ഞിരിക്കുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഷാഡോസ്, ഒരു ചിത്രത്തിലെ ഇരുണ്ട ഭാഗങ്ങളെയാണ് നമ്മൾ ഷാഡോസ് എന്ന് പറയുന്നത്. എന്നാൽ അത് പൂർണ്ണമായിട്ടും ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയയുമല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ചിത്രത്തിനെ സംബന്ധിച്ച് നമുക്ക് ഫോർഗ്രൗണ്ടിൽ നമ്മുടെ ക്യാരക്ടർ നിൽക്കുന്ന പാറക്കൂട്ടം, അത് നമുക്ക് കുറച്ചുകൂടെ അവിടുത്തെ ടെക്സ്ചേഴ്സും ഡീറ്റെയിൽസും കിട്ടിയാൽ നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഫോർഗ്രൗണ്ടിൽ നമുക്ക് വെളിച്ചം കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പെസിഫിക് ഏരിയ മാത്രം നമുക്ക് വെളിച്ചം കൂട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് ഷാഡോസിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഷാഡോസിന്റെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് നമുക്കിതാ ഇവിടുത്തെ ടെക്സ്ചേഴ്സും ഡീറ്റെയിൽസും ഒക്കെ അങ്ങനെ വിസിബിൾ ആയിട്ട് വരുന്നത് കാണാം. ഇനി ഷാഡോസിന്റെ വാല്യൂ കുറയ്ക്കുകയാണെങ്കിൽ ആ ഏരിയകളൊക്കെ കൂടുതൽ കൂടുതൽ ഇരുട്ടിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ സ്കൈയോ ആ ഒരു ഏരിയ ഒന്നും ഇത് എഫക്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ ഒരു ചിത്രത്തിനെ സംബന്ധിച്ച് ഒരു 70-ക്കും 75-നും ഇടയിലുള്ള ഒരു ഷാഡോ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. വൈറ്റ്സ്, ഒരു ചിത്രത്തിലെ ഏറ്റവും വെളിച്ചം കൂടിയ ഭാഗത്തിനെയാണ് നമ്മൾ വൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ സൂര്യൻ നിൽക്കുന്ന ആ ഒരു സ്പോട്ട് അവിടെ നമുക്ക് ഏറ്റവും വെളിച്ചം കൂടിയതാണ്, അത് ക്ലോസ് ടു വൈറ്റ് ആണ്. അപ്പം നമ്മൾ വൈറ്റ്സിന്റെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് ആ ഒരു ഏരിയയിലെ വെളിച്ചം നമുക്ക് കൂടുന്നതായിട്ട് കാണാം. ഇനി വൈറ്റ്സിന്റെ വാല്യൂ കുറയ്ക്കുന്നതിനനുസരിച്ച് ആ ഒരു ഏരിയ കൂടുതൽ ഡാർക്ക് ആയിട്ട് മാറുന്നതും കാണാം. സൺ ഒരു സ്പോട്ടായിട്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടി ഒരു സ്പ്രെഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ വൈറ്റ്സിന്റെ വാല്യൂ കുറച്ച് കൂട്ടാം. ബ്ലാക്സ് എന്ന് പറയുന്നത് ഒരു ചിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഭാഗം അല്ലെങ്കിൽ കറുപ്പിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ബ്ലാക്സ് എന്ന് പറയുന്നത്. ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മളെ ക്യാരക്ടർ നിൽക്കുന്ന ഏരിയ, ക്യാരക്ടറിന്റെ പുറകുവശം പൂർണ്ണമായിട്ടും ഓൾമോസ്റ്റ് ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു മലയുടെ പുറകുവശം അതൊക്കെ ബ്ലാക്ക് ആണ്. ഇനി നമ്മൾ ബ്ലാക്കിന്റെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് ആ ഇരുണ്ട ഭാഗങ്ങളിൽ കൂടുതൽ വെളിച്ചം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ബ്ലാക്കിന്റെ വാല്യൂ കുറയ്ക്കുകയാണെങ്കിൽ ആ ഏരിയകൾ കൂടുതൽ കൂടുതൽ ഇരുണ്ടതായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ചിത്രത്തിനെ സംബന്ധിച്ച് ആ ക്യാരക്ടറിനെ കുറച്ചുകൂടി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അതിനെ കുറച്ചുകൂടി ഒന്ന് ഇരുണ്ടതാക്കി മാറ്റുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ബ്ലാക്കിന്റെ വാല്യൂ കുറച്ച് കുറയ്ക്കാം. അപ്പോൾ ഒരു 20, -20 ഒക്കെ ഒരു നല്ല വാല്യൂ ആയിരിക്കും ഈ ചിത്രത്തിന്. തുടക്കത്തിലുള്ള ചിത്രം ഇതായിരുന്നു. ഈ ചിത്രത്തിനെയാണ് നമ്മൾ മനോഹരമായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഞാൻ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യാം. ഒരു ചിത്രത്തിലെ എക്സ്പോഷർ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സാണ്. നമ്മൾ ഓവറോൾ വെളിച്ചം കൂട്ടുന്നതിലും നല്ലത് വളരെ രസകരമായിട്ട് സ്പെസിഫിക് ഏരിയകളിലെ വെളിച്ചം ക്രമീകരിക്കുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് എക്സ്പോഷർ കൂട്ടുന്നതിലും നല്ലത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട സ്ലൈഡേഴ്സ് ആയിട്ടുള്ള ഹൈലൈറ്റ്സ്, ഷാഡോസ്, വൈറ്റ് ആൻഡ് ബ്ലാക്സ് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഒരു ചിത്രത്തിലെ കോൺട്രാസ്റ്റും നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമുക്ക് എക്സ്പോഷറും കോൺട്രാസ്റ്റും സ്ലൈഡേഴ്സ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ കേർവ്സ് ഉപയോഗിച്ചിട്ട് ഒരു ചിത്രത്തിലെ എക്സ്പോഷർ എങ്ങനെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇന്നത്തെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫോട്ടോത്തിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യോ, കമൻറ്റ് ചെയ്യോ, ഷെയർ ചെയ്യോ, നിങ്ങളെ കൂട്ടുകാരായിട്ട് പങ്കുവയ്ക്കുകയോ ഒക്കെ ചെയ്യാം. വീണ്ടും നമുക്ക് രസകരമായിട്ടുള്ളൊരു എഡിറ്റിംഗ് ടെക്നിക്കുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. സീ യു ഗൈസ്, ബൈ ബൈ.